ഇന്ത്യൻ സൂപ്പർ ലീഗിൻ്റെ ഡേറ്റിൻ്റെ കാര്യത്തിലുള്ള കൺഫർമേഷൻ എപ്പോൾ ആണെങ്കിലും വരട്ടെ, റിസൾട്ട് വേണ്ട ടീമുകൾ തങ്ങളുടെ തയ്യാറെടുപ്പുകൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ നോർത്ത് യൂണിറ്റിൻ്റെ കാര്യമായാലും FC ഗോവയുടെ കാര്യമാണെങ്കിലും ബംഗളൂരുവിൻ്റെ കാര്യമാണെങ്കിലും അതുകൊണ്ട് ഏറ്റവും കൂടുതൽ ജംഷഡ്പൂരിൻ്റെ കാര്യമാണെങ്കിലും എല്ലാവരും സൈനികങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ടൊക്കെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. മോഹൻ ബഗാൻ സൂപ്പർ ജയൻസ് അവരുടെ ഫുൾ ഫ്ലെഡ്ജ് സ്കോഡിനെ രംഗത്തിറക്കി പരിശീലനം നടക്കാൻ പോവാണ്. പഞ്ചാബ് FC അതുപോലെ തന്നെ സൈനിക മറ്റു കാര്യങ്ങളൊക്കെ കംപ്ലീറ്റ് ചെയ്ത് ഓരോ ടീമുകളും മുന്നോട്ട് പോകുമ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ നയം വളരെ കൃത്യവും വ്യക്തവും വസ്തുനിഷ്ഠവുമാണ്. മാർക്കസ് മർഗുലയുടെ റിപ്പോർട്ട് അനുസരിച്ച് കേരള ബ്ലാസ്റ്റേഴ്സ് ഒരു സൈനിക പോലും ചെയ്യാൻ പോകുന്നില്ല. ഇന്ത്യൻ സൂപ്പർ ലീഗ് സ്റ്റാർട്ട് ചെയ്യുന്ന ഡേറ്റ് എന്നാണ് എന്ന കാര്യത്തിൽ ഒരു സ്ഥിരീകരണം വരാതെ ബ്ലാസ്റ്റേഴ്സിന്റെ ഭാഗത്തു നിന്നും ഒരു സൈനിങ് പോലും ഉണ്ടാവാൻ പോകുന്നില്ല. വെയിറ്റ് ആൻഡ് വാച്ച് പോളിസി തന്നെയാണ് ബ്ലാസ്റ്റേഴ്സ് സ്വീകരിച്ചിരിക്കുന്ന നയം എന്നാണ് മാർക്കസ് മർഗുലോ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. പക്ഷേ ഈ സൈനിങ്ങിന്റെ കാര്യത്തിൽ നമ്മളൊരു ഡേറ്റിന്റെ ക്ലാരിറ്റിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുകയാണെങ്കിൽ പോലും ഇടയ്ക്കൂടെ ഒരു പാക്കറ്റ് ഡ്രിങ്ക് കേരള ബ്ലാസ്റ്റേഴ്സ് ഇറക്കിയിട്ടുണ്ടായിരുന്നു, ക്രാവിൻസ്. അതിന്റെ പേര് എന്താണ്, ലോക്കോ എന്ന് പറയുന്ന പേരിലൊരു കോള, അതായത് ലോക്കോ കോക്കോ എന്ന് പറയുന്ന ഒരു പാക്കറ്റ് ഡ്രിങ്ക് കേരള ബ്ലാസ്റ്റേഴ്സ് ക്രാവിൻസിന്റെ ബ്രാൻഡിലൂടെ പുറത്തിറക്കിയിട്ടുണ്ടായിരുന്നു. ഇതുകൂടാതെ നേരത്തെ പുറത്തിറക്കിയ ഏത്തക്ക ചിപ്സിന് പുറമെ 2 ഫ്ലേവറുകളിൽ പൊട്ടാറ്റോ ചിപ്സും ഇറക്കിയിട്ടുണ്ട്. അപ്പം കേരള ബ്ലാസ്റ്റേഴ്സിന്റെ സൈനിങ്ങിന്റെ കാര്യത്തിൽ അവർ ഡേറ്റിന് വേണ്ടി കാത്തിരിക്കും, കൺഫർമേഷന് വേണ്ടി കാത്തിരിക്കും. അതൊരു റീസൺ ആയിട്ട് എടുക്കാമല്ലോ. അടുത്ത സീസൺ മുഞ്ചി കഴിഞ്ഞാൽ നമുക്ക് പറയാമല്ലോ ഡേറ്റിന്റെ കാര്യത്തിൽ ഒരു ക്ലാരിറ്റി ഇല്ലാത്തതുകൊണ്ട് നമ്മൾ സൈനിങ് ഒക്കെ ഒരുപാട് ലേറ്റ് ആക്കി, അതുകൊണ്ടാണ് കഴിഞ്ഞതെന്ന് പറയാം. എക്സ്ക്യൂസസ് കേരള ബ്ലാസ്റ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ഒരുപാടുണ്ട്. പക്ഷേ ഇടയ്ക്കൂടെ ജൂലൈ മാസത്തിൽ തന്നെയാണ് ഈ പുതിയ പാക്കറ്റ് ഡ്രിങ്ക് ഇറക്കിയത്. ഈസ്റ്റർ സമയത്ത് 2 ഫ്ലേവറുകളിൽ പൊട്ടറ്റോ ചിപ്സ് ഇറക്കിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ബിസിനസ് കൃത്യസമയത്ത് നടന്നു പോകുന്നുണ്ട്. പ്രോഡക്റ്റ് ലോഞ്ചിങ് മറ്റു കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. ഇതൊക്കെ ആരാധകരുടെ മുന്നിലേക്ക് ഇനി പ്രസന്റ് ചെയ്യുമ്പോൾ എത്തരത്തിലുള്ള തെളിവുകളായിരിക്കും വരാൻ പോകുന്നത് എന്ന് വെയിറ്റ് ചെയ്തതിൻ്റെ കാരണമാണ്. അപ്പം ബ്ലാസ്റ്റേഴ്സിന്റെ നയം വളരെ കൃത്യവും വ്യക്തവുമാണ്. നമ്മൾ ചിപ്സ് ഉണ്ടാക്കും, കോള ഉണ്ടാക്കും, സാമാനം വിൽക്കും, പക്ഷേ സൈനിങ്ങിന്റെ കാര്യം നടത്തണമെങ്കിൽ ഡേറ്റ് എന്നാണ് എന്ന് പൂർണ്ണമായിട്ടൊരു അക്നോളജ്മെന്റ് കിട്ടിയാൽ മാത്രമേ സൈനിങ് നടത്തത്തുള്ളൂ എന്നാണ് മാർക്കസ് മർഗുലോ ഉൾപ്പെടെയുള്ളവർ റിപ്പോർട്ട് ചെയ്യുന്നത്.